ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഓഗസ്റ്റ് 11. തമിഴ്നാട്ടിലെ തന്നെ ഏറ്റവും വലിയ ഗാർമെൻറ്റ്സ് ഫെയർ ഇന്നിവിടെ ചെന്നൈയിൽ തുടങ്ങുകയാണ്. ചെന്നൈ ട്രേഡ് സെൻറ്ററിൽ വെച്ച് ഇന്ന് മുതൽ 4 ദിവസത്തെ ഗാർമെൻറ്റ്സ് ഫെയർ ആണ് നടക്കുന്നത്. അങ്ങനെ രാവിലെ നേരത്തെ എണീറ്റ് ഫ്രഷായി പോകാൻ തയ്യാറായി. ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് അധികം തിരക്കൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇന്ന് കുർത്തണിയാന്ന് വിചാരിച്ചു. ഇതായിരുന്നു ഫസ്റ്റ് ഡേ എൻ്റെ വേഷം. മീശയും താടിയും ഒന്ന് ഷെയ്പ്പാക്കാൻ നോക്കി അവസാനം ക്ലീൻ ഷേവ് ചെയ്യേണ്ട അവസ്ഥ വന്നു. റെഡിയായി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി പൊങ്കലും വടയുമായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വന്നത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് ഒരു യൂബർ എടുത്ത് നേരെ ഫെയർ ഗ്രൗണ്ടിലേക്ക് വിട്ടു. ഞങ്ങൾ വരുന്നതറിഞ്ഞ് നല്ല ചുവന്ന പരവതാനിയൊക്കെ വിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ഫെയർ ഗ്രൗണ്ടിന്റെ മെയിൻ എൻട്രൻസ്. ഇവിടെ വെച്ചാണ് ഇനാഗുറൽ ഫംഗ്ഷൻ എല്ലാം നടക്കുന്നത്. ഒരുപാട് VIPs ഒക്കെ വരുന്ന ഫംഗ്ഷനാണ്. സന്തോഷമായിട്ട് ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് നല്ല ട്രഡീഷണൽ ലുക്കിലാണ് വന്നത്. എൻട്രി പാസ് ഉണ്ടെങ്കിൽ സെക്യൂരിറ്റി അകത്തേക്ക് കടത്തി വിടുള്ളൂ. ഞാനാണെങ്കിൽ എൻ്റെ എൻട്രി പാസ് തലേദിവസം സ്റ്റാളിൽ വെച്ച് മറന്നിരുന്നു. പിന്നെ സെക്യൂരിറ്റിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി എങ്ങനെയൊക്കെ അകത്തോട്ട് കയറി. ഈ കാണുന്നതാണ് എൻ്റെ എൻട്രി പാസ്. ഇതുപോലെ എല്ലാവർക്കും ഓരോ പാസ് ഉണ്ട്. അത് കഴിഞ്ഞ് ഞാൻ നേരെ ഫംഗ്ഷൻ കാണാനായിട്ട് വന്നു. ഇവിടെ ഒരുപാട് VIPസിനെ പൊന്നാടയൊക്കെ അണിയിക്കുന്നുണ്ട്. ഈ ഇരിക്കുന്ന ആൾ ആരാണെന്ന് ആർക്കെങ്കിലും അറിയാവോ? കേരളത്തിലെ ഒരു പ്രമുഖ ടെക്സ്റ്റൈൽ ശൃംഖലയായ ഫാമിലി വെഡിങ് ഗ്രൂപ്പിന്റെ ചെയർമാനാണ് ഇരിക്കുന്നത്. അങ്ങനെ കുറച്ചു നേരം ഫംഗ്ഷനൊക്കെ കണ്ടിരുന്ന് നേരെ സ്റ്റാളിലേക്ക് തന്നെ പോയി. കൂടെയുള്ളവർ വരുമ്പോൾ ഫ്ലാസ്കിൽ ചായ എല്ലാം വാങ്ങിച്ചു വന്നിട്ടുണ്ടായിരുന്നു. ഒരു ചായ എല്ലാം കുടിച്ച് കുറച്ചു നേരം അവിടെ ഇരുന്നു. ഈ കാണുന്നതാണ് കേട്ടോ ഇവിടുത്തെ സ്റ്റാളുകളൊക്കെ. ഒരുപാട് സ്റ്റാളുകളുണ്ട്. ഇതൊരു ലൈന് മാത്രമാണ്. ഇതുപോലെ ഇതിന്റെ ഒരു 10 ഇരട്ടി സ്റ്റാൾ ഇവിടെ ഉണ്ടാവും. ടോട്ടൽ കണക്ക് പറയുകയാണെങ്കിൽ ഏകദേശം 420 സ്റ്റാളുകൾ ഉണ്ടായിരുന്നു. ഇവിടെയാണ് കഫ്തീരിയ സെറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെ ചായ, കോഫി, ജ്യൂസ്, ബർഗർ, പിസ്സ തുടങ്ങിയ അങ്ങനത്തെ ഐറ്റംസ് എല്ലാം നമുക്ക് ഇവിടുന്ന് വാങ്ങിച്ച് കഴിക്കാൻ പറ്റും. ഇത് ഫ്രീ കൗണ്ടറല്ല കേട്ടോ, നമ്മൾ പേയ്മെന്റ് ചെയ്തിട്ട് വേണം വാങ്ങിച്ച് കഴിക്കാൻ. ഇതുപോലെ പൂക്കളൊക്കെ വെച്ചിട്ടുള്ള പ്രതിമ ഇവിടെ 2-3 സ്ഥലത്ത് കണ്ടു. അങ്ങനെ ഉച്ചയായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് ഫുഡ് കോർട്ടിലേക്ക് പോയി. ഫുഡ് കഴിക്കാൻ എല്ലാവർക്കും ഓരോ കൂപ്പൺ ഉണ്ട്. കൂപ്പൺ കൊടുത്തു കഴിഞ്ഞാലേ നമുക്ക് പ്ലേറ്റ് കിട്ടുള്ളൂ. എല്ലാം നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഫുഡായിരുന്നു. ഇവരുടെ സ്വീറ്റ്സ് ഒക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. പക്ഷേ ബാക്കിയൊന്നും മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടില്ല. ഇതാണ് ഇവിടെ ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലം. ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലം എല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ ഒട്ടും ഹൈജീനിക് ആയിട്ട് തോന്നുന്നില്ല. ഇതിവിടെ വരുന്ന കസ്റ്റമേഴ്സിന് കൊടുക്കാനായിട്ട് വാങ്ങിച്ചു വെച്ച ഒരു പാക്കറ്റ് ചോക്ലേറ്റ് ആണ്. ഇത് മിക്കവാറും ഞങ്ങൾ തന്നെ തിന്നു തീർക്കും. ഉച്ചയ്ക്ക് ശേഷം ഒട്ടും തിരക്കില്ലായിരുന്നു. അപ്പോൾ ബോറടി മാറ്റാനായിട്ട് പഴയൊരു മിക്കി മൗസിന്റെ ചിത്രമൊക്കെ വരച്ചുകൊണ്ടിരുന്നു. അങ്ങനെ വൈകിട്ട് ഒരു 7:30 ആയപ്പോൾ വീണ്ടും ഫുഡ് കഴിക്കാനായിട്ട് പോയി. ഉച്ചയ്ക്കത്തെ പോലെ തന്നെ ചപ്പാത്തിയും പലതരം കറികളും പിന്നെ ഒരുപാട് സ്വീറ്റ്സും അതൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളവർ കഴിച്ചു വരാനായിട്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ കിട്ടിയതാണ് ഈ സുഹൃത്തിന്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുതേ.